ഹായ്. ഹാപ്പി 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 ക്രിസ്മസ് ആയില്ല, പക്ഷെ എനിക്ക് കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് സന്തോഷം. എനിക്ക് പുറത്തില്ല, കുട്ടി കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ സത്യം പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കളക്ഷൻസ് കാണുന്നത്. ഞാൻ എന്താണ് ഇത് സംഭവം വന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇതെന്താ വല്ല പഞ്ഞിയാണോ എന്ന് തന്നെ ചോദിച്ചു ഞാൻ. സത്യത്തിൽ ഇതെന്താണ് സംഭവം എടുത്തു കഴിഞ്ഞാൽ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് തോന്നുന്നത് ആ പഞ്ഞിയാണെന്ന് പറയാൻ. ഇതൊക്കെ നമ്മുടെ 18 ക്യാരറ്റില് വന്നിട്ടുള്ള നെക്ലസുകളാണ്. നല്ല രസമായിട്ടുള്ള ഈ എന്താ പറയുക, പുതിയ മോഡേൺ കൺസെപ്റ്റില് ചില പണിക്കാർ ചെയ്ത് ഡിസൈൻ ചെയ്ത് വരച്ചുണ്ടാക്കി കൊടുന്ന ഐഡിയാസിൽ കുറേ ഐഡിയാസിലൊക്കെയാണ് ഈ സാധനം ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ. ഇതൊക്കെ പഞ്ഞാണോ ചോദിക്കാൻ കാരണം എന്താ പറയുക, നല്ല നെറ്റില് നല്ല സ്മൂത്ത് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നല്ല സുഖം ഇത് തൊടുമ്പോ കണ്ടോ, അതാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം. അതെ, പൊട്ടിയാലും നല്ല സുഖം. എന്താ വെച്ചാൽ നല്ല മേക്കിംഗ് ചാർജ് കൊടുത്ത് മേടിച്ചു കൊടുക്കുന്നതാണ്. പൊട്ടിയ നല്ല സുഖം കിട്ടും. പൈസ നീ പിടിച്ച് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ഇവര് പൊട്ടിക്കണ കാര്യമില്ല, കസ്റ്റമേഴ്സ് അവർ യൂസ് ചെയ്തോളൂ, നല്ല നോക്കി യൂസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 18 ക്യാരറ്റില് പുതിയതായിട്ട് വന്ന ഒരു 3-4 പീസ് നെക്ലസുകൾ ജസ്റ്റ് അത് മാത്രമേ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടില്ല. ആക്ച്വലി നമ്മളൊരു 18 ക്യാരറ്റിന്റെ തിന്നായിട്ടുള്ള ടൈപ്പ് നെക്ലസുകളും ചെയിനുകളൊക്കെ കുറച്ച് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വന്ന പീസായിരുന്നു ഇത്, പക്ഷെ അന്ന് ഇത് ചെയ്തില്ല. കാരണം ഇത് സെപ്പറേറ്റ് തന്നെ കാണിക്കണം, കാരണം അത്രയും നല്ല ബ്യൂട്ടി ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഒക്കെ പറഞ്ഞ ഏകദേശം ഒരു 1.25 പവൻ, 2 പവൻ, 1.5 പവൻ, ഇതൊരു ഏകദേശം 1.5 പവൻ, ഇതൊരു 6 ഗ്രാം. ഇത് 6 ഗ്രാം ഉള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റുകൾ വന്നിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്റ്റോൺ വെയിറ്റ് ലെസ് ആവുന്നുണ്ട്. ആക്ച്വലി ടോട്ടൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 30 ഗ്രാം 25 ഗ്രാമുള്ളത് വരുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം സ്റ്റോൺ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ് പോലെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോൺ നിറച്ചിരിക്കുകയാണ്. കൺജസ്റ്റഡ് ആയിട്ട് കുത്തി നിറച്ച പോലെയാണ് വെച്ചിരിക്കുന്നത്. ചെറിയ മൈക്രോ സ്റ്റോൺ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു പാദസരം, ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറയാം ഡയമണ്ടിന്റെ പാദസരമാണെന്ന് വിചാരിച്ചു. ആ ഡിസൈൻ കണ്ടപ്പോൾ അതെ, ആ ഒരു മുത്തരഞ്ഞാന്റെ പാദസരത്തിന്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ നമ്മൾ ടെഡി ബിയറിനെ സ്നേഹിക്കില്ലേ, അതാ ഞാൻ പറഞ്ഞു. എനിക്കിങ്ങനെ പിടിച്ചിങ്ങനെ ഓമനിക്കാൻ തോന്നുന്നു. അല്ലാണ്ട് ഓമനിക്കണ്ട, അടിപൊളിയായിട്ടുണ്ട്. അതങ്ങനെ ജീവിച്ചോട്ടെ. അപ്പോൾ ഇതാണ് ഇതിന്റെ സാധനങ്ങൾ. ഓക്കെ, ഇതിന്റെയൊക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം കാൽക്കുലേറ്റ് പറഞ്ഞാൽ 94,000, ഒരു 85,000, 95,000, ഇതൊരു 80,000 ആ റേഞ്ചിലേക്കാണ് ഇതൊക്കെ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നെടുത്ത് നാളെ കൊണ്ട് പണയം വെക്കാനോ വിൽക്കാനോ ഉള്ള കൺസെപ്റ്റിൽ എടുക്കരുത്. ഓപ്പണായിട്ട് പറയാം, അങ്ങനെ എടുക്കരുത്. കുറേ നാളത്തേക്ക് നമ്മൾ യൂസ് ചെയ്യും എന്ന് ഉറപ്പുള്ളൊരു മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇന്നെടുത്തു, നമുക്ക് ഒരു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഫംഗ്ഷൻ വരും, നമുക്ക് നമ്മുടെ നമുക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ വെഡിങ് പാർട്ടീസിന് റിസപ്ഷനൊക്കെ പോകണം, നല്ല നല്ല ഡ്രസ്സുകളുണ്ട്, അങ്ങനെ മാച്ചായിട്ട് ഇടാൻ ഉദ്ദേശിച്ചൊന്നും എടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ മറ്റുള്ളവർ താഴ്ത്തി പറയുന്നതല്ല, എന്താ വെച്ചാൽ അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് കോസ്റ്റ്യൂംസിന് ഇതൊക്കെ മാച്ച് ആവുള്ളൂ. അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കടകളിലൊന്നും ഇത് കിട്ടില്ല. ഓപ്പണായിട്ട് പറയാം, ഇത് നമ്മളാണ് ഇതിൻ്റെ ആക്ച്വലി നമ്മളൊരു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് തന്നെ പറയാം. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ബോംബെയിൽ പോയി പല പല സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ച് കൊടുത്തിട്ടുള്ള പുതിയ സ്റ്റോക്ക് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിയോസിലേക്ക് തന്നെ വരണം കേട്ടോ, അല്ലാണ്ട് പുറത്ത് പോയി കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഞാൻ പറയാം. ഫസ്റ്റ് ഇത് കണ്ടോ, ഇതാണെങ്കിൽ നമ്മുടെ മുത്തുമാലയില്ലേ അതുപോണക്കത്തെ ഒരു, അതായത് 18 ക്യാരറ്റിൽ ഡയമണ്ട്സ് ഒക്കെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നെക്ലേസ് ആണിത്. ഓക്കെ, നല്ല പേൾസ് തന്നെ, അതായത് ഹൈദരാബാദ് പേൾസ് ആണ് ഇതിൽ ഡിസൈനിൽ വന്നിട്ടുള്ളത്. കണ്ടോ, 2 ലെയർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു മോഡേൺ ആയിട്ടുള്ള അറ്ററിന്റെ കൂട്ട് അടിപൊളിയായിരിക്കും. ഇതൊക്കെ ആക്ച്വലി നമ്മൾ നല്ല ഈ എന്താ പറയാ, നമ്മുടെ ലാവെൻഡർ ടൈപ്പ് ആ ഒരു സാരിയൊക്കെ വരില്ലേ, അതിങ്ങനെ ഫസ്റ്റ് ഒറ്റ ലെയർ ഒക്കെ ആയിട്ട് കിട്ടിട്ട് ഈ ഒരു നെക്ലേസ് നല്ല രസമായിരിക്കും. നല്ല ഭംഗിയുണ്ടാവും. നല്ല ഐഡിയാസ് ഉള്ള ആളാട്ടോ, ബുദ്ധി കുറവൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെയാണ് ഈ പാറ്റേൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് നമ്മൾ മേക്കിംഗ് ചാർജ് നോക്കിയിട്ടോ അല്ലെങ്കിൽ സ്റ്റോൺ കൂടുതലല്ലേ അല്ലെങ്കിൽ പൊട്ടില്ലേ അങ്ങനെയൊക്കെ നോക്കിയെടുക്കുന്ന ഐറ്റംസ് അല്ല. ഇതൊക്കെ ഉപയോഗിക്കുക, അങ്ങനെ തന്നെ പെട്ടി നമ്മളിവിടെ നിന്ന് നെക്ലസ് ബോക്സ് ഒക്കെ തരും. നമ്മൾ ഹോൾസെയിൽ ആയതുകൊണ്ട് പേഴ്സും ബാഗും എക്സ്ട്രാ ഡിസ്കൗണ്ടും പരിപാടിയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒക്കെ ഹോൾസെയിൽ പ്രൈസ്, അത് ഈ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പെട്ടികൾ, ചെറിയ കവറൊക്കെ നമ്മൾ തരുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇത് വെക്കാനുള്ള പെട്ടി ഇവിടെ തരും. അത് വൃത്തിയായിട്ട് അയലിന് വെക്കുക. ചിലർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിൽ കൊണ്ട് വയ്ക്കും, എന്നിട്ട് പറയും ചേട്ടാ അത് പൊട്ടിച്ചേട്ടാ, ഇന്നലെ കൊണ്ടുപോയുള്ളൂ ചേട്ടാ, ഇന്ന് തന്നെ പൊട്ടിച്ചേട്ടാ, സ്വർണ്ണമല്ല ചേച്ചിയെ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ചേച്ചി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ കാര്യങ്ങൾ. ഇതൊക്കെ സാധാരണ ഗോൾഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി ഒന്നും കൂടി കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട ഐറ്റംസ് ആണ് ഇതൊക്കെ.
സൂക്ഷിച്ചു വെക്കുക. നല്ല രീതിയിൽ ട്രീറ്റിംഗ് കൊടുക്കണം പാവങ്ങളവരൊക്കെ. നമ്മൾ ഉപദ്രവിക്കാത്ത ആൾക്കാരാണ് അതൊക്കെ, പക്ഷെ നല്ല എക്സ്പെൻസീവ് ഐറ്റംസാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ. എമൗണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു ബിലോ 1 lakhിൻ്റെ ഉള്ളിൽ വരുന്ന നെക്ലസുകളാണ് ഇതൊക്കെ. ഇതൊക്കെ എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്ക്. നമ്മൾ കുറേ 10-12 വർഷമായിട്ട് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയിരിക്കുന്നത് നമ്മളെ സാധാരണ സവിതം കട്ടമാല, സവിതം ചെയ്യൻ, സുന്ദരിമാല, അങ്ങനത്തെ ഐറ്റംസ് അല്ലേ. ഒന്ന് മാറി ചിന്തിക്ക്. നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഏതെടുത്താലും നഷ്ടം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. നമ്മൾ എടുത്ത പണിക്കൂലി നമുക്ക് തിരിച്ചു കിട്ടില്ല. ചിലർ ഒരു 10 വർഷം മുമ്പ് എടുത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ തിരിച്ച് കൊണ്ടുവന്ന ഇന്നത്തെ റേറ്റല്ലേ കൊടുക്കുക. അപ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ട് നാളെ കൊണ്ടുവരാണ്ട് ഒരു 5 വർഷം 6 വർഷമൊക്കെ ഉപയോഗിച്ച് കൊണ്ടുവരിക. അപ്പോൾ നമുക്കത് അതിൻ്റെ പണിക്കൂലിയും അന്നത്തെ ഗോൾഡ് പ്രൈസും കൂടുമ്പോൾ നമുക്ക് ആ അന്ന് മേടിച്ചതിൻ്റെ പ്രൈസിനേക്കാൾ ഉപരി നമുക്ക് കിട്ടും. അപ്പോൾ വലിയ നഷ്ടം വരില്ല. കറക്റ്റില്ലേ ഞാൻ പറഞ്ഞ നടക്ക്? എനിക്കൊരു വോയിസ് കിട്ടുന്നില്ല. ശരി, നീ പറഞ്ഞോ. ഓക്കെ, അടുത്തത് ഇത് വരുമ്പോഴത്തേക്കിനും നല്ലൊരു എന്താ പറയുക നെറ്റ് ഡിസൈനിനകത്താണ് നമ്മുടെ ഡയമണ്ട്സ് സെറ്റ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ലാസ്റ്റ് ലെയറിൽ വരുമ്പോൾ കട്ടിങ് റോസ് ഗോൾഡിൽ കട്ടിങ് ബോൾസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം, അതായത് പേൾസ് ആണ് ഡിസൈനിൽ വന്നിരിക്കുന്നത് സെക്കൻഡ് ലെയറിൽ. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ എന്താ പറയാ ക്ലിയോപാട്ര അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരുടെ കഴുത്തിലേക്ക് ഉണ്ടാവല്ലോ ഓർണമെന്റ്സ് ഒക്കെ. നമ്മൾ ഈ ബുക്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് അല്ലാണ്ട് കാർട്ടൂൺസ് ഒക്കെ കാണുന്ന സമയത്തൊക്കെ എനിക്ക് അതൊക്കെ തോന്നുന്നു. ക്ലിയോപാട്ര കേൾക്കണ്ട. ഇത് ആക്ച്വലി നമ്മുടെ ഇതിൽ പറഞ്ഞ പവിത്രക്കെട്ട് എന്ന് പറയും. കുട്ടിക്ക് അറിയില്ല, പാവം കുട്ടി. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പവിത്രക്കെട്ട് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡലാണ് പവിത്രക്കെട്ട്. ലൈഫിലേക്ക് പോയി പവിത്രക്കെട്ടിന്റെ മോതിരം, പവിത്രക്കെട്ടിന്റെ നെക്ലസ്, അങ്ങനത്തെ കുറേ പാറ്റേൺസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഒരു പവിത്രക്കെട്ട് നെക്ലസ് ആണ് ഇത്. ഇത് പവിത്രക്കെട്ടിന്റെ 18 ക്യാരറ്റിന്റെ നെക്ലസ് ആണ് ഇതൊക്കെ. സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ നാടൻ പവിത്രക്കെട്ട് സാധനങ്ങളൊക്കെ അങ്ങ് ബോംബെയിൽ വരെ അവരുടെ കൺസെപ്റ്റിൽ വന്നുള്ളതാണ്. സോ നമ്മുടെ ആൾക്കാരത് കൂടുതൽ ഉപയോഗിക്കണേ, അവിടുത്തെ ആൾക്കാരല്ല. അതാണ് പവിത്രക്കെട്ടിന്റെ സ്റ്റോറി ഒക്കെ ഉണ്ട്. പക്ഷെ അത് വേറൊരു ഇതാണ്. അത് പിന്നെ പറയാം. നമുക്കൊരു പിന്നെ പറയാം. നമുക്ക് ഇതിൽ പറഞ്ഞ ശരിയാവില്ല. അതൊന്നും എനിക്കൊന്ന് പഠിക്കേണ്ട ഒരു സത്യം അറിയില്ല. സംഭവം സ്റ്റോറി ഉണ്ട്. സ്റ്റോറി ഉണ്ട്. ഇപ്പൊ അത് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡോട് തീരില്ല. ഞാനും ഒന്ന് പഠിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് മൊത്തം പഠിച്ചിട്ട് പറയാം. അല്ലാണ്ട് വേറെ തൊട്ട് അല്പത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പാണ് അതിന്റെ കാര്യം. അപ്പോൾ ഇത്രയും ഈ 4 പീസാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിന്റെ കാരണം എനിക്കുണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ ഇത് കണ്ടപ്പോൾ എനിക്കുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയും. എന്തായാലും പറയും. മോശമാണെങ്കിലും വേണ്ടില്ല, നല്ലതാണെങ്കിലും വേണ്ടില്ല പറയും. നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. കുറെ നല്ലവരൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ പറഞ്ഞു, നീ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയണ്ടേ, ഒന്നും മെല്ലെ പറഞ്ഞാൽ നന്നായി. അവർ ഓടിയിട്ട് എവിടേക്കാണ് നമ്മുടെ ശീലതല്ല, നമ്മൾ തൃശ്ശൂർക്കാരാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ടോൺ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു പോയതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുകുട്ടികളൊക്കെ ക്ഷമിക്കുക. ഇതിന് കമൻറ്റ് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷോപ്പിലേക്ക് വരിക, പർച്ചേസ് ചെയ്യുക. നിങ്ങളെ ഹാപ്പിയാക്കുക. അപ്പോൾ ഷോപ്പിലേക്ക് വരേണ്ട വഴി നമ്മുടെ പുത്തമ്പള്ളിയുടെ ബാക്കിൽ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. പുത്തമ്പള്ളിയുടെ ബാക്കിൽ പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഷോപ്പിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. എന്തായാലും ഷർത്തേട്ടൻ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാ എപ്പിസോഡിലും ഷർത്തേട്ടൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് കാവേരി ആൻഡ് ശരത്. ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.